ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസം അവസാനിക്കാൻ പോകുന്നു അല്ലേ? രാമായണ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാമായണ മാസം അവസാനിക്കുന്ന ഈ സമയത്ത് നമ്മുടെ മനസ്സ് എല്ലായ്പ്പോഴും ഭക്തിസാന്ദ്രമായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ അമ്പലങ്ങൾ ദർശിക്കുക എന്നുള്ളത് വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഐതിഹ്യങ്ങളുള്ള ഒരു വളരെ വിശിഷ്ടപ്പെട്ട അമ്പലമാണ് ശ്രീ ചെങ്കൽ മഹാദേവ ക്ഷേത്രം. തിരുവനന്തപുരത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ അമ്പലത്തിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. തിരുവനന്തപുരത്ത് നിന്നും പാറശാല പോകുന്ന വഴിക്ക് ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മഹാദേവർ ക്ഷേത്രമുള്ളത്. രാവിലെ വന്നാല് 12 മണിവരെ ഇവിടെ ദർശിക്കാനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞ് ശിവലിംഗത്തിനകത്തേക്ക് പ്രവേശനം ഉച്ചയ്ക്ക് 1:30 വരെയാണ്. അത് കഴിഞ്ഞ് 2:30 മണി മുതൽ രാത്രി 8:30 മണി വരെയും ശിവലിംഗത്തിനകത്തുള്ള പ്രവേശനമുണ്ട്. ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. ഉപദേവതകളായി ഗണപതിയും അയ്യപ്പനും മുരുകനും നാഗദേവങ്ങളും നവഗ്രഹങ്ങൾക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. അടി ഉയരമുള്ള ഈ ശിവലിംഗത്തിനകത്ത് 7 നിലകളിലായി നിരവധി ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. 2012-2019 കാലഘട്ടത്തിലാണ് ഈ ശിവലിംഗം പണികഴിപ്പിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ദരിദ്രമായിട്ടുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു. ജ്ഞാനശീലനും ചെല്ലമ്മാളെന്നും പറയുന്ന ദമ്പതികളായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു വീടാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഇങ്ങനെ ഒരു രീതിയിലോട്ട് രൂപാന്തരം വന്നിട്ടുള്ളത്. ജ്ഞാനശീലനും ചെല്ലമ്മാളെന്നും പറയുന്ന ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ടായി. കൃഷ്ണൻകുട്ടി എന്നായിരുന്നു പേര്. അങ്ങനെ ഈ കൃഷ്ണൻകുട്ടിക്ക് 3 വയസ്സ് ആയപ്പോഴത്തേക്കും ഈ വീട്ടില് ചിതൽക്കുട്ടി വളരാൻ തുടങ്ങി. പല തവണയായിട്ട് അവർ ആ ചിതൽക്കുട്ടി നശിപ്പിച്ച് കളയുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞിട്ടും ആ ചിതൽക്കുട്ടി വീണ്ടും വരാനായിട്ട് തുടങ്ങി. ആ ചിതൽക്കുട്ടിനകത്ത് നിന്ന് പാമ്പ് വന്നിട്ടുണ്ടെന്നും കഥകളുണ്ട്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഈ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആള് വളർന്ന് വലുതാകുകയും ആ ആൾക്ക് അരുൾപ്പാടുണ്ടാകുകയും ഈ ഒരു സ്ഥലം ദൈവത്തിന്റെ പ്രസൻസ് ഉള്ള ഒരു സ്ഥലമാണെന്നും ഇവിടെ ശിവപാർവതി പ്രതിഷ്ഠ നിർമ്മിക്കണമെന്നും അരുൾപ്പാടുണ്ടായി. അതിനെ തുടർന്നാണ് ഇതൊരു അമ്പലമായിട്ട് രൂപാന്തരപ്പെടുന്നത്. ആദ്യകാലത്തില് വളരെ ചെറിയൊരു തെക്കുതെന്നൊക്കെ അറിയപ്പെടുന്ന രീതിയിലായിരുന്നു ഈ അമ്പലം ഉണ്ടായത്. പിന്നെ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വലിയ സ്ഥിതിയിലേക്ക് മാറപ്പെട്ടത്. അന്നത്തെ കൃഷ്ണൻകുട്ടി ഇന്ന് ശ്രീ മഹേശ്വരാനന്ദ സരസ്വതി ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഏറ്റവും ഉയരം കൂടി ശിവലിംഗത്തിന്റെ പേരിൽ ഈ ഒരു അമ്പലം ലോക പ്രശസ്ത നേടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ബുക്ക് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് ഈ ഒരു അമ്പലത്തെ തേടിയെത്തിയത്. അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു അമ്പലമാണ് നമ്മൾ ഈ കാണുന്ന ചെങ്കൽ മഹാദേവ ക്ഷേത്രം. ഇവിടെ കാണാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകതയാണ് 32 ഭാവത്തിലും രൂപത്തിലുമുള്ള ഗണപതി ഭഗവാന്റെ രൂപങ്ങൾ. മഹാബലിപുരത്തു നിന്നും കൊണ്ടുവന്ന ശില്പത്തില് കൊത്തിവെച്ച രൂപങ്ങളാണ് ഈ 32 ഗണപതി ഭഗവാന്റെ ശില്പങ്ങളും. അതുപോലെ തന്നെ ശ്രീകോവിലിന് അകത്തായിട്ട് 12 ജ്യോതിർലിംഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണറാണ് ഈ അമ്പലത്തിന്റെ വേറൊരു പ്രത്യേകത. പതിനൊന്നടി ഉയരമുള്ള ശിവലിംഗത്തില് 7 നിലകളിലായിട്ട് 108 ശിവലിംഗവും അതിനോട് അനുബന്ധിച്ച ഉപദേവതന്മാര് സ്ഥിതി ചെയ്യുന്നുണ്ട്.
ഏറ്റവും മുകളിലായിട്ട് കൈലാസവും ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനോട് അടുത്ത് തന്നെ ശ്രീ ഹനുമാൻ സ്വാമിയുടെ ശില്പവും ഈ അടുത്ത കാലത്തായിട്ട് ഭക്തജനങ്ങൾക്ക് തുറന്നു കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അതിലും 6 നിലകളിലായിട്ട് ദേവിമാരുടെ പല രൂപഭാവങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് ഏറ്റവും അടിത്തട്ടിലായിട്ട് ശ്രീ വൈകുണ്ഠവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൈലാസവും അനന്തശയനം നടത്തുന്ന ശ്രീ വൈകുണ്ഠവും നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും വലിയ പ്രത്യേകതകളും ഐതിഹ്യങ്ങളും ഉള്ള ഒരു അമ്പലം ദർശിക്കാൻ സാധിക്കുക എന്ന് വെച്ചാൽ ലോകത്തിൽ എവിടെയാണെങ്കിലും അതൊരു വലിയ ഭാഗ്യമാണ്. അത് നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടായതിൽ നമുക്ക് ഏറെ അഭിമാനവുമാണല്ലേ. ഓരോ അമ്പലങ്ങളിലും ഇതുപോലെ ഓരോ ഐതിഹ്യവും ഓരോ പ്രത്യേകതകളും കാണും. അതെല്ലാം അറിഞ്ഞുകൊണ്ട് അവിടെ ഒരു ദർശനം നടത്തുക എന്ന് വെച്ചാൽ അതിന്റെ അനുഭവം എന്ന് വെച്ചാൽ വളരെ വലുതാണ്. അമ്പലത്തിലെ ദർശനം കഴിഞ്ഞിട്ട് ഇവിടെ ഈ കോമ്പൗണ്ടിൽ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നല്ല ചൂട് ഇഡലിയും സാമ്പാറും ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. കൂടാതെ മുളക് ചട്നിയൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡ്. ശിവരാത്രി സമയത്തൊക്കെ ഇവിടെ കൂടുതലായിട്ടും ഷോപ്പും ലൈറ്റ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ശിവാലയ ഓട്ടം നടത്തുന്നവര് കൂടുതലായിട്ടും ദർശിക്കുന്ന അമ്പലങ്ങളിൽ ഒന്നാണ് ഈ ചെങ്കൽ മഹാദേവ ക്ഷേത്രം. അന്നത്തെ കൃഷ്ണൻകുട്ടിയായിരുന്ന ഇന്ന് ശ്രീ മഹേശ്വരാനന്ദ സരസ്വതി സ്വാമിജിയുടെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രം പൂർണ്ണമായിട്ടും പ്രവർത്തിച്ചു വരുന്നത്. ഈ വീഡിയോയിലൂടെ ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ